ഫസ്റ്റ് റൗണ്ട് റിപ്പോർട്ട്. PM ശ്രീ മരവിപ്പിക്കണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടും പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ സംസ്ഥാനത്തോട് കേന്ദ്രം നിർദ്ദേശിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചു. പദ്ധതിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന പശ്ചിമബംഗാൾ, തമിഴ്നാട് സർക്കാരുകൾക്കും കത്തയച്ചിട്ടുണ്ട്. ഗോപാൽ ശ്രീരാസനിൽ വിവരങ്ങളുമായി. ഗോപാൽ, ഇപ്പോൾ ഈ ഗോപാൽ വിവരങ്ങളൊക്കെ പറയുന്നതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഈ ഒരു പ്രശ്നത്തിന്റെ പേരിലാണ് നമ്മുടെ പിണറായി വിജയനെ സംഖ്യയാക്കിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ PM ശ്രീ പദ്ധതിയിൽ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഒപ്പിട്ടുന്നു. അതിന്റെ ഭാഗമായിട്ട് മോഡിയും നമ്മുടെ പിണറായി വിജയനും തമ്മിൽ ഭയങ്കര ഗംഭീരമായിട്ടുള്ള ബന്ധമാണെന്നും അത് അവിശുദ്ധമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടാണെന്ന രീതിയിൽ കോൺഗ്രസ്സുകാർ നമ്മുടെ നാട്ടിൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് പ്രചരിപ്പിച്ചത് നിങ്ങൾ ആരും മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കട്ടെ. ഞാൻ മറക്കരുത്, മറക്കാൻ ഒരിക്കലും പാടില്ല. കാരണം ഈ കഴിഞ്ഞ ഇലക്ഷനിൽ പോലും PM ശ്രീ പദ്ധതിയിൽ പിണറായി വിജയൻ ഗവൺമെന്റ് CPM ഒപ്പിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രചരിപ്പിച്ചത് എത്രയാണെന്ന് ആലോചിച്ചു മതി. ഇപ്പൊ എന്താ, ഇപ്പൊ ചെറുതായിട്ടൊക്കെ ബോധ്യം വന്നോ? PM ശ്രീ പദ്ധതിയിൽ നമ്മുടെ കേരള ഗവൺമെന്റ് ഒപ്പിട്ടിട്ടില്ല. നമ്മൾ മാത്രമല്ല, തമിഴ്നാട് ഗവൺമെന്റും ആ ഒരു പദ്ധതിയിൽ ഒപ്പിട്ടിട്ടില്ല എന്നുള്ളതാണ്. അത് എത്ര തന്നെ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവൻകുട്ടി മിനിസ്റ്റർ എത്ര തന്നെ പറഞ്ഞിട്ടും നാട്ടുകാർക്ക് അത് മനസ്സിലായില്ല, നാട്ടുകാർക്ക് ബോധ്യമായില്ല. അങ്ങനെ ബോധ്യമാകാത്തതിന്റെ കാരണം കൊണ്ടായിരിക്കണം ഒരു പക്ഷേ ഇപ്പൊ നമ്മളെ ഈ ഒരു ഗവൺമെന്റിനെ അങ്ങോട്ട് രൂപീകരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തത്. ഇനി ചിലർ സന്തോഷ വർത്തമാനങ്ങളാണ്, വളരെയധികം സന്തോഷ വർത്തമാനമാണ് ഇനി എനിക്ക് അങ്ങോട്ട് പറയാനുള്ളത്. തുടക്കത്തിൽ പറയട്ടെ, ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ മുഴുവൻ ഒരു ഗംഭീര പോസ്റ്റ് എന്താ പറയുക ഇങ്ങനെ അലയടിച്ച് നടക്കുന്നുണ്ട്. അത് ഇങ്ങനെയാണ്: ആരും വിഷമിക്കരുത്, തുടക്കത്തിൽ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും, പിന്നീട് അങ്ങോട്ട് ശീലമായിക്കൊള്ളും എന്ന രീതിയിലുള്ള സംഗതിയാണ് ഇപ്പൊ എല്ലാവരും ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതാ കണ്ടില്ലേ, ഒരു മാസം കൂടിയേ വിഷമം ഉണ്ടാവുള്ളൂ, പിന്നീട് അത് ശീലമായിക്കൊള്ളും, അവർക്കൊരു ചേഞ്ച് വേണം, അത്ര ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര രസകരമായ ചില പോസ്റ്റുകളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇതെന്താന്ന് വല്ല പിടുത്തം കിട്ടിയിട്ടില്ലെങ്കിൽ ഏറ്റവും പ്രധാനമായ നമ്മുടെ കേരളത്തിലെ കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്ന ഒരു വിഷയം കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചേരാം. അതാണ് ഇത്. ഇനി ഇതാരും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്ന് പറയണ്ട. സർക്കാരായില്ല, വിദ്യാഭ്യാസ മന്ത്രിയുമില്ല, SSLC ഫലപ്രഖ്യാപനത്തിൽ അവ്യക്തത. നമ്മുടെ SSLC ഫലപ്രഖ്യാപനം ആവാറായി. ഒരു സർക്കാരാവണം, വിദ്യാഭ്യാസ മന്ത്രിയെ തീരുമാനിക്കണം. ഇപ്പൊ വേണമെങ്കിൽ ഒരു കാവൽ മന്ത്രിമാരുണ്ട്, പക്ഷേ അവർക്ക് ഇത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടാൻ കഴിയില്ല, അവർക്ക് ഇത്തരം കാര്യങ്ങളൊന്നും പ്രഖ്യാപിക്കാൻ കഴിയില്ല, മന്ത്രിസഭയിലൊന്നും ഇടപെടാൻ സാധിക്കില്ല, അവർക്ക് ഉത്തരവുകൾ ഇറക്കാൻ സാധിക്കില്ല. ഒരു വലിയ പ്രശ്നങ്ങളോ വലിയ ക്രൈസിസ് വരുമ്പോൾ പെട്ടെന്ന് ഈ ഒരു ഗവൺമെന്റിന് ഈ കേരളത്തെ തകരാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ളല്ലാതെ അതിനപ്പുറത്തേക്ക് ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ കാവൽ മന്ത്രിമാരായി നിൽക്കുന്ന LDF ഗവൺമെന്റിന്. എൻ്റെ സുഹൃത്തുക്കളെ, സർക്കാരായിട്ടില്ല, വിദ്യാഭ്യാസ മന്ത്രിയുമില്ല. നിങ്ങൾ ഇതിന്റെ സീരിയസ്നെസ് എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് എനിക്കൊരു പിടുത്തവുമില്ല കേട്ടോ. സർക്കാരായിട്ടില്ല, വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ടില്ല. സ്വാഭാവികമായിട്ടും SSLC പോലെയുള്ള ആ ഒരു ഫലപ്രഖ്യാപനങ്ങളൊക്കെ വൈകും. ഇനി കഴിഞ്ഞിട്ടില്ല. ഇനി ന്യൂസ് മലയാളത്തിന്റെ വേറൊരു ന്യൂസ് കൂടി നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി, ഞാൻ അത് എന്തുകൊണ്ട് സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് ഇത് തരുന്നു വെച്ച് കഴിഞ്ഞാലേ, ഇവന്മാർക്കൊരു ചേഞ്ച് വേണം. അത്ര ചേഞ്ച്. സർക്കാർ രൂപീകരണം വൈകുന്നത് ഭരണ നടപടിയെ ബാധിക്കുന്നു. സംസ്ഥാനത്ത് ഭരണസ്തംഭനം, പാഠപുസ്തക വിതരണം പ്രതിസന്ധിയിൽ എന്ന് പറഞ്ഞിട്ട് ന്യൂസ് മലയാളത്തിന്റെ ഒരു പോസ്റ്റ് കൂടി എൻ്റെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല. ഇനി കേരളത്തിലെ എല്ലാ സ്ത്രീകളും 30 വയസ്സ് കഴിഞ്ഞ എല്ലാ സ്ത്രീകൾക്കും നമ്മുടെ കേരളത്തില് 1000 രൂപ വെച്ച് കിട്ടിയിരുന്നു. അത് പ്രഖ്യാപനം നടത്തിയിട്ട് ഒരു 3 മാസം വരെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഇനി ആ ഒരു സംഗതി കിട്ടൂല. ഇപ്പൊ തന്നെ കഴിഞ്ഞ മാസത്തെ കിട്ടിയിട്ടുണ്ടാവില്ല, ഇനിയിപ്പോ ഈ മാസം കിട്ടില്ല, അടുത്ത മാസം കിട്ടാൻ സാധ്യത ഒന്നുമില്ല. ഇനിയിപ്പോ അത് കിട്ടാതിരുന്നു കഴിഞ്ഞാൽ ദയവ് ചെയ്തിട്ട് ആരും വിഷമിക്കൊന്നും ചെയ്യരുത്. കാരണം തുടക്കത്തിൽ ചിലപ്പോൾ ഒരു വിഷമം ഉണ്ടായിരിക്കും, സ്വാഭാവികമാണ്. പിണറായി വിജയൻ ഗവൺമെന്റ് ഇതൊക്കെ കൃത്യമായി തന്നിരുന്നല്ലോ അല്ലേ, പിണറായി വിജയൻ ഗവൺമെന്റ് കൃത്യമായിട്ട് 1000 രൂപ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നിരുന്നല്ലോ എന്ന് പറയുന്ന ആ ഒരു വിഷമം ഉണ്ടാവും. പെട്ടെന്ന് അക്കൗണ്ടിലേക്ക് നോക്കുമ്പോൾ 1000 രൂപ എല്ലാ മാസം വരുന്നപ്പോൾ കാണാനില്ലല്ലോ എന്ന് 30 വയസ്സ് കഴിഞ്ഞ എല്ലാ സ്ത്രീകൾക്കും ഒരു വിഷമം ഉണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഭരിക്കുന്ന പിണറായി വിജയൻ ഗവൺമെന്റ് അല്ല, ഇപ്പോൾ ഭരിക്കുന്ന UDF ഗവൺമെന്റ് ആണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചില മാറ്റങ്ങളാണ്, ചേഞ്ച് വേണമല്ലോ. അങ്ങനെ ഒരു ചേഞ്ച് കിട്ടിയതാണത്. അപ്പൊ ആ ചേഞ്ചിനെ പറ്റിയിട്ട് നിങ്ങൾ ആരും വിഷമിക്കരുത് എന്നുള്ളതാണ്. ഇനി അത് അവിടെയും നിൽക്കുന്നില്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇത് തന്നെയാണ് PM ശ്രീ പദ്ധതി.
മോഡി ഗവൺമെന്റുമായിട്ട് നമ്മുടെ CPM ഗവൺമെന്റ് ഭയങ്കരമായിട്ടുള്ള ബന്ധമാണ്. ഇവരെന്തൊക്കെ അവിശുദ്ധ കൂട്ടുകെട്ടാന്നൊക്കെ പറഞ്ഞിട്ട് PM-ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയിരുന്നല്ലോ. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, PM-ശ്രീ പദ്ധതിയിൽ നമ്മുടെ കേരളം ഒപ്പിട്ടിട്ടില്ല. അതിൻ്റെ തെളിവാണ് ഇന്ന് നമ്മുടെ മുമ്പിലേക്ക് കാണുന്ന PM-ശ്രീ പദ്ധതി ഉടൻ നടപ്പാക്കണം എന്ന് പറഞ്ഞിട്ട് കേരളത്തിന് കത്തയച്ചിരിക്കുകയാണ് കേന്ദ്രം. ഇനി നമ്മൾ അറിയേണ്ടത് ഇതിന് എന്ത് നിലപാടായിരിക്കും ഈ ഒരു കോൺഗ്രസ് ഗവൺമെന്റ് എടുക്കുക എന്നുള്ളതാണ്. മനസ്സിലാക്കേണ്ടത് 3 താമര വിരിഞ്ഞിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ, 3 വിരിഞ്ഞിട്ടുണ്ട്. ഒപ്പം അതാ PM-ശ്രീ പദ്ധതി നടപ്പാക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവിടുന്ന് കത്തും അയച്ചിരിക്കുന്നു. അത് നടപ്പാക്കിയിട്ടില്ല എങ്കിൽ കിട്ടാനുള്ള ചില ഫണ്ടുകളൊക്കെ തടഞ്ഞു വെക്കുമെന്നുള്ളതാണ്. പിണറായി വിജയൻ ഗവൺമെന്റ് ഈ പരിപാടി നടക്കില്ല, അങ്ങനെ ഇവിടുത്തെ വിദ്യാഭ്യാസം കുളമാക്കാൻ, വിദ്യാഭ്യാസ രീതി നാശകോശമാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ആർജവത്തോടെ നട്ടലോടെ പറഞ്ഞ് അങ്ങോട്ട് തിരിച്ചയച്ചതാണ് ഈ പറയുന്ന രേഖകളല്ല. ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴിതാ ഗവൺമെന്റ് ഇല്ലാത്ത എന്തായാലും ഒരു UDF ഗവൺമെന്റ് തന്നെ, ഒരു കോൺഗ്രസ് ഗവൺമെന്റ് തന്നെ കേരളത്തിൽ വരുമല്ലോ. അതല്ലാതെ വേറെ സാധ്യതകളൊന്നും കാണാനില്ല. എന്തായാലും ഒരു UDF ഗവൺമെന്റ് വരും. എന്ത് തന്നെ ആയാലും ഒരു അല്പം താമസിച്ചാലും ഇവിടെ ഒരു വിദ്യാഭ്യാസ മന്ത്രി വരും. അപ്പോൾ UDFകാർക്ക് എന്താണ് മോഡിയുമായിട്ട് അല്ലെങ്കിൽ മോദിയുടെ ഇത്തരം നയപ്രഖ്യാപനങ്ങളുമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഇത്തരം പദ്ധതിയുമായിട്ട് എങ്ങനെ പോകുമെന്നുള്ളത് നമ്മൾ കണ്ടറിയണം. ഒപ്പിട്ട് കഴിഞ്ഞാൽ, ഇവർ ഒപ്പിടുകയാണെങ്കിൽ ഇവർ താമരയ്ക്ക് മുമ്പിൽ തല കുനിക്കുന്നു എന്നർത്ഥം. ഇതുവരെയും തല കുനിച്ചിട്ടില്ല നമ്മുടെ പിണറായി ഗവൺമെന്റ്. ഇനി ഒപ്പിടില്ലെങ്കിൽ നമുക്ക് കൈയടിക്കാം. എന്തായാലും PM-ശ്രീ പദ്ധതി ഉടൻ തന്നെ നടപ്പിലാക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ കത്തുകളൊക്കെ വന്നിട്ടുള്ളത്. ഇനി അതിനൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരാള്, ഷാജൻ സ്കറിയ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവനുണ്ട്. പിണറായി വിജയനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അക്ഷീണം പ്രവർത്തിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് 1 മണിക്കൂർ മുമ്പേ നമ്മുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്, കൃത്യമായിട്ട് വായിച്ചോളൂ. പുതിയ മുഖ്യമന്ത്രിമാരിൽ ഒരാളുടെ ഓഫീസ് പദവി ഉറപ്പിക്കും മുൻപ് ഭീഷണി മുഴക്കി പണപ്പിരിവ് തുടങ്ങി. പിണറായി ആയിരുന്നു ഭേദം എന്ന് പറയുന്ന കാലം വിദൂരമല്ല. ഇത് പറഞ്ഞിരിക്കുന്നത് ഷാജൻ സ്കറിയ എന്ന് പറയുന്ന മറുനാടൻ മലയാളി എന്ന് പറയുന്ന ആ ഒരു വാർത്താ ചാനലിൻ്റെ ആളാണ്, MD ആണ്. അദ്ദേഹമാണ് ഇത്തരത്തിൽ ഒരു പോസ്റ്റ് ഇട്ടുള്ളത്. ഞാൻ ഉണ്ടാക്കിയതല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിട്ട് തപ്പി നോക്കാം. അദ്ദേഹത്തിനടക്കം ഈ ഒരു കോൺഗ്രസ്സുകാരുടെ വിളി പോയിരിക്കുന്നു, പണപ്പിരിവ് തുടങ്ങിയിരിക്കുന്നു. ഇനി എന്ത് തരത്തിലുള്ള കുരുത്തക്കേട് നമ്മുടെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് നടക്കുമെന്നുള്ളൊരു അവസ്ഥയിലേക്ക് സംഗതികൾ പോകുന്നു. അതിനൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ പറയുന്ന താമരയ്ക്ക് ഈ ഗവൺമെന്റ് അടിമപ്പെടുമോ ഇല്ലയോ. ഒരു കാലഘട്ടത്തിൽ അടിമപ്പെട്ടു, ഒപ്പിട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയ ഈ മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ ഇനി ഒപ്പിട്ടാൽ തന്നെ ഈ വിഷയത്തെ എങ്ങനെ എടുക്കുമെന്ന് കൂടി നമ്മൾ കണ്ടറിയണം. എൻ്റെ അഭിപ്രായം ഇപ്പോഴേ പറഞ്ഞേക്കാം, ഇനി എങ്ങനെ ഇവർ ഒപ്പിട്ട് കഴിഞ്ഞാൽ ആ ഒപ്പിട്ടതിനെ കുറിച്ചിട്ട് നിശബ്ദമായി ഇരിക്കത്തേയുള്ളൂ ഇവിടുത്തെ മാധ്യമങ്ങൾ മുഴുവൻ. കാരണം ഇവർക്ക് വേണ്ടിയിട്ട് കുഴൽ ഊതിക്കൊണ്ടേയിരിക്കും, ഒരു സംശയം വേണ്ട. UDFന് വേണ്ടി കുഴൽ ഊതിക്കൊണ്ടേയിരിക്കും. ഒരു കാരണവശാലും അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യില്ല. അതെങ്ങാൻ പിണറായി വിജയനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു LDF ഗവൺമെൻറ് ആണെങ്കിൽ അതിഭീകരമായ പ്രശ്നങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവുകയും ചെയ്യും. വ്യത്യാസം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും 1000 രൂപ കിട്ടാത്ത ആൾക്കാരുണ്ട്. സ്ത്രീകൾക്ക് ഇപ്പോൾ കഴിഞ്ഞ 2 മാസമായിട്ട് 1000 രൂപ കിട്ടിയിട്ടുണ്ടാവില്ല. അത്തരം ആളുകളൊന്നും വിഷമിക്കാം. തുടക്കത്തിൽ ഭയങ്കര വിഷമം ഉണ്ടായിരിക്കും, പിന്നീട് ശീലമായിക്കോളും എന്നാണ് പറയുന്നത്. ഞാനിതിനെ പറയുക എങ്ങനെയാണ് കേട്ടോ, അത് ഒരൊറ്റ വാക്കാണ്, അനുഭവിച്ചോളി. ബൈ.